ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സ്റ്റോറി രാവിലെ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് കേട്ടു നോക്കണേ. യേശുവും മറിയാമ്മയും പാർട്ട് 16. എന്തൊക്കെയായി പപ്പ പറയുന്നേ? മമ്മയും യാൻവിയും ഇടയിൽ കളിച്ചെന്നു. അതും ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് അവൻ കഴിഞ്ഞുപോയ പലതും ആലോചിക്കുന്നത്. മറിയാമ്മ ദേഷ്യത്തിൽ പറഞ്ഞതിന് തല്ലിയത് വരെ അവനെ ഓർമ്മ വന്നിരുന്നു. ഓരോ കാര്യങ്ങളും അവൻ ആലോചിച്ചെടുക്കുമ്പോൾ അവന് പല കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പോ ആൻസ് പറഞ്ഞ പോലെ അവളൊരു പന്തായിരുന്നു അവിടെ. അതും ആലോചിച്ച് അവൻ ടേബിളിൽ കൈയിടിച്ചുകൊണ്ട് എണീറ്റു. സത്യം പറഞ്ഞാൽ മമ്മയുടെ സ്വഭാവം കുറേ എനിക്കറിയാമായിരുന്നു. പക്ഷേ ഞാനതൊന്നും ചിന്തിച്ചില്ല. എന്തൊക്കെയോ ചെയ്തു വെച്ചത്. കെവിൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അവളോട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാമായിരുന്നു. അതും ആലോചിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ അവൻ ആലോചിച്ചെടുത്തു. ഇനി എല്ലാം ഒന്ന് ശരിയാക്കണം. മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം അവൻ എടുത്തിരുന്നു. യേശു വൈകുന്നേരം കാർ പാർക്ക് ചെയ്ത് ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ അവന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് മുറിയിലെ ചേട്ടനും ചേച്ചിയും അവനെ കണ്ടതും, എന്താണ് മോനെ, ഭാര്യയോട് പിണങ്ങി നടപ്പാണെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ ഓടി വന്ന് കൂടെ നിൽക്കണം. പാവം കൊച്ച് കുറേ കഷ്ടപ്പെട്ടു. യേശു ആണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവരെ നോക്കി. ഇപ്പോഴത്തെ പിള്ളേർക്ക് പണ്ടത്തെ ആളുകളെ പോലെ സ്നേഹവും ബഹുമാനവും ഒന്നും പരസ്പരമില്ല. രണ്ടുപേരും പറയുന്നത് ഒന്നും മനസ്സിലാവാതെ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആളിൽ ഒന്നും അവൾ ഉണ്ടായിരുന്നില്ല. ഇവർ അവൾക്ക് എന്തു പറ്റിയെന്നാ പറയുന്നേ? അതും ആലോചിച്ച് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അവൾ അവിടെയില്ല. അവൻ പതിയെ അവളുടെ മുറിയുടെ ഡോറിന്റെ അവിടെ ചെന്ന് നോക്കി. ഇത് തുറക്കണോ? അതും ആലോചിച്ച് അവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ കാലിൽ ഒരു കെട്ടുമായി അവൾ ബെഡിലിരിപ്പുണ്ട്. നെറ്റിയിൽ ചെറിയൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു. അവനത് കണ്ട് ഒന്ന് ഞെട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നതും അവനെ മുറിയിൽ കണ്ടത്, ഹലോ, ഇയാളെന്താ എന്റെ മുറിയിൽ? മറിയാമ്മ ദേഷ്യത്തിൽ ചോദിച്ചു. ഓ ഭാഗ്യം, നിന്റെ നാവിനൊന്നും പറ്റിയില്ലല്ലോ. യേശു അവളുടെ ചോദ്യം കേട്ട് അവനത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും, ഇയാളല്ലേ എന്റെ ശല്യം തീരാൻ വേണ്ടി ആളെ വിട്ട് എന്റെ വണ്ടി ഇടിപ്പിച്ചത്? എനിക്കറിയാമായിരുന്നു എന്റെ ശല്യം തീരാൻ വേണ്ടി നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കുമെന്ന്. അവളുടെ സംസാരം കേട്ട് അവനൊന്ന് ഞെട്ടി. ഞാനായിട്ടാണോ നിങ്ങളെ വിവാഹം ചെയ്തത്? അല്ലല്ലോ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി. അത് പണി അറിയുന്ന പല വേലക്കാരിയെയും കൊണ്ടുവരാതെ ഒന്നും അറിയാത്ത എന്നെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഇട്ട് പണിയെടുപ്പിച്ചു. നിങ്ങൾക്ക് പിന്നെ ഭാര്യയല്ലല്ലോ ആവശ്യമുള്ളത്, മമ്മക്കിട്ട് പന്ത് തട്ടാൻ ഒരു ആള് ആയിരുന്നല്ലോ. എന്നിട്ട് അവസാനം എൻ്റെ വീട്ടുകാർ എല്ലാം അറിഞ്ഞു. എന്നായപ്പോൾ ഒരു നാടകവും എന്നിട്ടൊരു ഡിവോഴ്സും. ഞാനിപ്പോൾ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ തയ്യാറാണ്. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എൻ്റെ ജീവനെങ്കിലും ബാക്കി വേണം. എത്ര എന്നെ നിങ്ങൾ വെറുത്തിരുന്നെങ്കിലും ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്നെങ്കിലും മനസ്സിലാക്കുമെന്നൊരു വിശ്വാസം. പക്ഷേ ഇതോടെ പോയി കിട്ടി. സന്തോഷമായി. ദയവായി ഒന്ന് പോയി തരുമോ? ഒരു 5 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരില്ല. അവസാനം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശബ്ദം ഇടറിയിരുന്നു. അവൾ പറയുന്നത് ഒന്നും മനസ്സിലാവാതെ അവൻ എല്ലാം കേട്ട് നിന്നു. പോകുമോ? എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. എനിക്ക് നിങ്ങളെ കാണുന്നതേ വെറുപ്പാണ്. മറിയാമ്മ അവൾ അതും പറഞ്ഞ് മുഖം മാറ്റിയത്. ഞാനൊന്ന് പറയട്ടെ? എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞില്ലേ? മറിയാമ്മ ദേഷ്യത്തിൽ പറഞ്ഞതും യേശുവിനും ദേഷ്യം വന്നിരുന്നു. ഡേ പുല്ലേ, ഇത്രയും നേരം എല്ലാം കേട്ടു നിന്നതും പോരാ, എന്നിട്ട് അവളുടെ ഒരു വാചകം. പിന്നെ നീ എന്താ പറഞ്ഞത്?
ആളെ വിട്ട് നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? അങ്ങനെ കൊല്ലണമെങ്കിൽ എനിക്കാരെയും ആവശ്യമില്ല, ഞാൻ തന്നെ ധാരാളം. അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയതും അവൾ ഞെട്ടി നോക്കുന്നുണ്ട്. കൊല്ലാനും നീ ഇങ്ങോട്ട് വാടാ പട്ടി, ഞാനിപ്പം നിന്ന് തരും. അതും പറഞ്ഞ് അവൾ കിടക്കയിലിരുന്ന് തന്നെ ഒന്ന് പാളി നോക്കി. ഓ, കേട്ടൊക്കെ ഇറങ്ങിപ്പോയി. ഒന്ന് വന്ന് സഹായിച്ചാലെന്താ? അതും പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. ആരാ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നേ? ആരെങ്കിലും ആവട്ടെ, അവൻ വേണമെങ്കിൽ തുറന്നു കൊടുക്കട്ടെ. അവൾ അതും പറഞ്ഞ് ഫോണിൽ കയ്യിലെടുത്ത് റീൽസും കണ്ടു കിടന്നു. അവളുടെ സംസാരം കേട്ട് ദേഷ്യത്തോടെ യേശു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഓ, ഇവിടെ ഇപ്പം ഇനി ആര് വരാനാണ്? ഓരോ നാശങ്ങൾ. അതും പിറുപിറുത്ത് ദേഷ്യത്തിൽ അവൻ പോയി വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ ദേഷ്യത്തിൽ ആലിയ നിൽപ്പുണ്ട്. കൂടെ തന്നെ കെവിനുമുണ്ട്. വാതിൽ തുറന്നേക്കും അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ആലിയ അകത്തേക്ക് പോയി. കെവിൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഒന്നും പറയാതെ കയറി പോകാൻ നിന്നതു. കെവിൻ, അത് കേട്ടതും കെവിൻ ഒന്ന് നിന്നു. നീ ഇപ്പോഴും രാവിലത്തെ ദേഷ്യത്തിലാണോ? ചെറുപ്പം മുതലേ കൂടപ്പിറപ്പ് പോലെ കണ്ട നിന്റെ ചില പ്രവൃത്തികൾ ഇന്നെനിക്ക് വേദന നൽകുമ്പോൾ പലതും പറഞ്ഞു എന്നിരിക്കും. നിന്റെ നല്ലതിനെ ഞാൻ ഇതുവരെ എന്തും പറഞ്ഞിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് നീ മറക്കരുതായിരുന്നു. കെവിൻ അതുപോലെ തിരിഞ്ഞു നിന്നു തന്നെ പറഞ്ഞു. അവനെ ഒന്ന് തിരിഞ്ഞു പോലും അവൻ നോക്കിയില്ല. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നീ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിന്റെ സ്വഭാവം മാറിയോ? അതും ചോദിച്ചുകൊണ്ട് കെവിൻ തിരിഞ്ഞു നോക്കി. ചില സത്യങ്ങൾ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുത്തു. നീ കാരണം എന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ ഇവിടെ കിടപ്പുണ്ടല്ലോ, ഒന്ന് കണ്ടിട്ട് വരാം. ഡി, ആലിയയുടെ ശബ്ദം കേട്ട് മറിയാമ്മ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ സങ്കടത്തോടെ ആലിയ അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്തൊക്കെയാടി നീ ഇതൊക്കെ? വീട്ടിൽ അറിഞ്ഞോ? മറിയാമ്മ, ഇല്ല, നീ പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാനൊന്നും പോയില്ല. ആലിയ, അപ്പോഴാണ് അങ്ങോട്ട് കെവിൻ വരുന്നേ. അവനെ കണ്ടതും മറിയാമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി. നീ എന്താടി ഇങ്ങനെ നോക്കുന്നേ? കെവിൻ, ഓ, മിണ്ടിപ്പോകരുത് നിങ്ങൾ, മറന്നിട്ടില്ല ഞാനൊന്നും. അവൾ കയ്യും കെട്ടിക്കൊണ്ട് പറഞ്ഞതും കെവിൻ ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പതിയെ സ്ഥലം വിട്ടു. ഡി, എന്താ സംഭവം എന്ന് പറ. ഫോണിലൂടെ കേട്ടിട്ട് ഒന്നും എനിക്ക് വ്യക്തമായില്ല. ആലിയ, ഇന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഓഫീസിലെത്തിയും അത് പിന്നെ കാണാനില്ല. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോൾ ഓർമ്മയിലേക്ക് ആ ആൻസിയെ അങ്ങ് കെട്ടിക്കൂടായിരുന്നില്ലേ? എൻ്റെ ജീവിതം വെറുതെ നായനാക്കി. പ്രണയിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഏതോ ഒരുത്തിയെ പ്രണയിച്ച് നടക്കുന്ന ഒരു കോതനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എൻ്റെ എന്താ ഇനി പറഞ്ഞിട്ട് എൻ്റെ തല വരാം. അതും പിറുപിറുത്തുകൊണ്ട് അവൾ വണ്ടി ഓടിക്കുമ്പോഴും അവൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച തന്നെയായിരുന്നു അപ്പോഴും അവളിൽ. പെട്ടെന്നാണ് വണ്ടിയുടെ നേരെ തന്നെ ഒരു ലോറി വരുന്നത്. അത് കണ്ടതും അവളൊന്ന് ഞെട്ടി. അവൾ വണ്ടി എത്ര സൈഡാക്കി കൊടുക്കാൻ നോക്കിയിട്ടും ആ വണ്ടി അവളുടെ നേരെ തന്നെ വരുമായിരുന്നു. വണ്ടി അടുത്തേക്ക് എത്താനായതും അവൾ ആ പേടിയിൽ വണ്ടി നേരെ റോഡിന്റെ സൈഡിലുള്ള കാട്ടിലേക്ക് വണ്ടി ഓടിച്ചു വിട്ടു. അവിടെയുള്ള മരത്തിൽ പോയി നെറ്റിയിടിച്ച് അവൾ നിലത്തേക്ക് വീണു. കാലിലേക്ക് തന്നെ വണ്ടിയും മറിഞ്ഞു. ആ വേദനയിൽ അവൾ കിടന്ന് പിടയുമ്പോഴാണ് ആ ലോറി അവിടെ സൈഡാക്കി അതിൽ നിന്നും മുഖം മറിച്ച 2 പേര് എടുത്തേക്ക് വരുന്നത്. അവരെ കണ്ടതും അവളിൽ ഭയം കൂടി വന്നു. നിന്നെ കൊല്ലാൻ കിട്ടിയ ഓർഡറാണ്. കൊച്ചിനെ കാണുമ്പോൾ പാവം തോന്നുന്നത് കൊണ്ട് പറയുക, സ്വന്തം ഭർത്താവ് തന്നെ മോളെ കൊല്ലാൻ ഇങ്ങനെ കൊട്ടേഷൻ തന്നിരിക്കുന്നേ. മോൾ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്ടോ മോളെ? വന്നവരിൽ ഒരാൾ പറഞ്ഞതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. ഒരാൾ അവളുടെ കാലിൽ നിന്നും വണ്ടി എടുത്തു മാറ്റി. വേറെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും മോളെ.
അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയതും ആ വേദനയിലും അവൾ ആ വണ്ടി ശ്രദ്ധിച്ചു നോക്കി. ലോറിയുടെ ബേക്കിലായി വന്ന വണ്ടിയിലെ 2 പേര് വന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതും പറഞ്ഞ് അവൾ താടിക്ക് കൈവച്ചിരുന്നു. ആലിയയും അതെല്ലാം കേട്ട് ഞെട്ടി നിൽപ്പാണ്. അതുവരെ അവൾ പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കെവിനും യേശുവും പരസ്പരം ഒന്ന് നോക്കി അവിടെ നിന്നും അവൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ഓഹോ, അപ്പോ ആ യേശുവാണല്ലേ, അവനെ ഇന്ന് ഞാൻ. ആലിയ അതും പറഞ്ഞ് ചാടിത്തുള്ളി എണീറ്റതും, എൻ്റെ പൊന്നാലിയ, പുതിയ പ്രശ്നമുണ്ടാക്കാതെ അതവനല്ല അറിയാമ. അല്ലാതെ പിന്നെ നിനക്ക് ഭർത്താവായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഇത് അവൻ ചെയ്തത് അല്ല. അതിനു മാത്രമുള്ള പ്രശ്നമൊന്നും ഞങ്ങളുടെ ഇടയിലില്ല ആലിയ. ഇത് ഇടയിൽ ആരോ കയറി കളിക്കുന്നുണ്ട്. രാവിലെ എന്നെ ഫോളോ ചെയ്തത് ഒരു റെഡ് കാറായിരുന്നു, പക്ഷേ പിന്നീട് ലോറി. ഇത് എന്നോടും യേശുവിനോടും ഒരുപോലെ പകയുള്ള ആള് തന്നെയാണ്. ഒരു ഭീഷണിയും മാത്രമായിരുന്നു ഈ സംഭവം. കാരണം ആ കൊട്ടേഷൻ കിട്ടിയ ആളുകൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായതാണ്. എന്നെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ആരോ ചെയ്തതാണ്. അത് മാത്രമല്ല, ഇത് യേശു അല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ വരുന്ന മുമ്പ് അവൻ്റെ റിയാക്ഷൻ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞു. അവൻ്റെ മറുപടിയിൽ നിന്നും ഉത്തരം കിട്ടിയതാ അറിയാമ. ഓഹോ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വിട്ടുകൊടുക്കരുത്. അവൻ്റെ ഒരു ഭീഷണി. ഏത് തെണ്ടിയാണെങ്കിലും അവനായിട്ട് നമ്മൾ പണിയണം ആലിയ. അത് മാത്രമല്ല, എന്നെ ഫോളോ ചെയ്തിരുന്ന ആ റെഡ് കാർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടു. എന്നായപ്പോൾ ആ വണ്ടി പെട്ടെന്ന് അവിടെ നിന്നും പോയി. ഇവിടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലുള്ള ആൻറ്റിയും അവരുടെ ഭർത്താവുമാണ് എന്നെ അവിടെ എത്തിച്ചത്. അവരുടെ നമ്പർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവരെ വിളിച്ചത്. അവരുടെ കൂടെ ഇവിടെ എത്തുമ്പോഴും ആ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ചുപോയി അറിയാം. അതാരാ അങ്ങനെ ഒരാൾ? ഇവിടെ കൂടാനാണോ പ്ലാൻ? പോകുമല്ലേ? ഓ, ഇപ്പൊ നമ്മളെ ഒന്നും പറ്റില്ല അറിയാം. എൻ്റെ പൊന്നു മറിയ, എനിക്ക് നിന്നെ പറ്റാഞ്ഞിട്ടല്ല. നീ കാണും എന്നെ ഇട്ട് തല്ലാൻ നിൽക്കുമല്ലേ. പിന്നെ ഞാൻ ചെയ്യുന്നതിലാണോ പ്രശ്നം? ഇങ്ങനെ ഒന്നിനെ എൻ്റെ തലയിൽ വെച്ചത് ആരാ? അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ചു. ഇതാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. ഇനി പറഞ്ഞിട്ടെന്താ? നിന്റെ വിധി. വിധിയല്ല, മാങ്ങാ തൊലി. ഇത്രക്കും വേണ്ടായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? എൻ്റെ ആലിയ, നീ ഇങ്ങ് വാ, ഇല്ലെങ്കിൽ ഇവളെൻ്റെ പുക കണ്ടേ അടങ്ങും. കെവിൻ അതും പറഞ്ഞു പോയതും, എന്നാ ഞാൻ പിന്നെ വരാം. അതും പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണുന്നത് വരെ തുടരും.